നമസ്കാരം. ഈ വർഷം എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ എടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. വളരെ വലിയ ഒരു അക്കംപ്ലിഷ്മെന്റ് ആണ് നിങ്ങൾ നേടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരൻസിന് ഇത് അഭിമാനകരമായ ഒരു മുഹൂർത്തവുമാണ്. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും നല്ല ജോലി കരസ്ഥമാക്കുന്നതിനും ഇതൊരു നല്ല തുടക്കമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. This is your first step towards a successful future. എഞ്ചിനീയറിംഗ് പഠനം തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഒരു ലക്ഷ്യം അത് പഠനശേഷം നല്ല ഒരു ജോലി കരസ്ഥമാക്കുക എന്നുള്ളതായിരിക്കണം. എഞ്ചിനീയറിംഗിൽ നിന്ന് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ബിടെക്കിന്റെ അവസാന വർഷം തന്നെ നമ്മളുടെ കയ്യിൽ ഒരു ജോലി ഉണ്ടായിരിക്കണം. അത് നമുക്കും നമ്മളുടെ മാതാപിതാക്കൾക്കുമൊക്കെ വലിയ അഭിമാനം നൽകുന്ന മുഹൂർത്തമായിരിക്കും. ആദ്യ വർഷം മുതൽ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എഫേർട്സുകൾ ഉണ്ടായാൽ ഇത് സാധ്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നല്ല തുടക്കം കിട്ടിയതിനു ശേഷം പല വിദ്യാർത്ഥികളും ഫസ്റ്റ് ഇയറിൽ തന്നെ ചെയ്യുന്ന ചില ബ്ലണ്ടേഴ്സ് കൊണ്ട് മാത്രം ജോലി കിട്ടാതെ പോകുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രത്യേകം മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്തരം ബ്ലണ്ടേഴ്സ് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഞാൻ ഡോക്ടർ സജി ബാലകൃഷ്ണൻ, ചെയർമാൻ ആൻഡ് ചീഫ് കരിയർ മെന്റർ, പ്രൊവിൻസ് അക്കാഡമി ഓഫ് കരിയർ എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ ആദ്യ വർഷം മുതൽ ശ്രദ്ധിക്കേണ്ട, നമ്മൾ വരുത്തരുതാത്ത ആ ബ്ലണ്ടേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട്. പോയിന്റ് നമ്പർ 1, നോട്ട് ഗിവിംഗ് പ്രോപ്പർ അറ്റൻഷൻ ടു മാത്തമാറ്റിക്സ്. എഞ്ചിനീയറിംഗ് പഠനകാലത്ത് മാത്തമാറ്റിക്സ് ഒരു കോർ കോഴ്സ് അല്ലല്ലോ, അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സിന് ആവശ്യത്തിന് പ്രാധാന്യമൊന്നും കൊടുക്കേണ്ടതില്ല എന്ന ചിന്തയിൽ പല വിദ്യാർത്ഥികളും മാത്തമാറ്റിക്സിന് ആവശ്യത്തിന് ശ്രദ്ധ കൊടുക്കാതെ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും സ്കൂൾ കാലഘട്ടത്തിൽ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം മാത്തമാറ്റിക്സിന്റെ ചില പോർഷൻസ് പഠിക്കുകയും ചിലതൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. പക്ഷേ എഞ്ചിനീയറിംഗിലേക്ക് വരുമ്പോൾ, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലേക്ക് വരുമ്പോൾ നമ്മളൊരു അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആണ് പഠിക്കുന്നത്. ദ ബേസിക്സ് ഓഫ് സോൾവിംഗ് എനി എഞ്ചിനീയറിംഗ് പ്രോബ്ലം ഈസ് ത്രൂ മാത്തമാറ്റിക്സ്. ഉദാഹരണത്തിന് നമ്മളൊരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ സാറ്റലൈറ്റിന്റെ പാത്ത് പ്രഡിക്റ്റ് ചെയ്യുന്ന രീതി അതൊരു മാത്തമാറ്റിക്കൽ അനാലിസിസ്, മാത്തമാറ്റിക്കൽ മോഡലിംഗ് വഴിയേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സിന്റെ പ്രാധാന്യം ഒരിക്കലും കുറച്ച് കാണരുത്. എഞ്ചിനീയറിംഗിൽ മാത്തമാറ്റിക്സ് വളരെ പ്രധാനമാണ്. ആദ്യ വർഷം തന്നെ എഞ്ചിനീയറിംഗിനെ അതിൻ്റെതായ സീരിയസ്നെസ്സോട് കൂടി അപ്രോച്ച് ചെയ്യണം, മറക്കരുത്. 10th-ലും 12th-ലും ഒക്കെ മാത്തമാറ്റിക്സിന് ആവശ്യത്തിന് ഫോക്കസ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിന്റെ ബേസിക്സ് മുതൽ പഠിക്കുക. ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പഠിച്ച് നല്ല ശ്രദ്ധയോടെ മാത്തമാറ്റിക്സ് പഠിക്കണം. പോയിന്റ് നമ്പർ 2, ബ്ലണ്ടർ നമ്പർ 2, ഇഗ്നോറിംഗ് പ്രോഗ്രാമിംഗ് സ്കിൽസ്. ചില വിദ്യാർത്ഥികളിലെങ്കിലും ഉള്ള ഒരു ചിന്തയാണ്, കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ അലൈഡ് കോഴ്സുകൾ അല്ല പഠിക്കുന്നതെങ്കിൽ പ്രോഗ്രാമിംഗിന്റെ ആവശ്യമില്ല എന്ന്. ഒരു കാര്യം പ്രത്യേകം ഓർത്തുകൊള്ളുക, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ബ്രാഞ്ച് ഏതുമാകട്ടെ, ഇന്നത്തെ കാലത്ത് പ്രോഗ്രാമിംഗ് സ്കിൽ ഇല്ലാതെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല. എവറി ഡൊമൈൻ, എവറി ബ്രാഞ്ച് ഇൻ എഞ്ചിനീയറിംഗ് ടുഡേ ഈസ് അസോസിയേറ്റഡ് വിത്ത് സോഫ്റ്റ്വെയർ സ്കിൽസ്. എഞ്ചിനീയറിംഗ് അനാലിസിസ്, കാൽക്കുലേഷൻസ് ഒക്കെ മാനുവലായി ചെയ്യുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. എവറിത്തിങ് ഈസ് ത്രൂ സോഫ്റ്റ്വെയർ. ഉദാഹരണത്തിന് സിവിൽ എഞ്ചിനീയറിംഗ് എടുത്താൽ തന്നെ ബിൽഡിംഗ് ഡിസൈൻ, സ്മാർട്ട് ബിൽഡിംഗ്സ്, സ്ട്രെങ്ത് അനാലിസിസ് തുടങ്ങിയ നിരവധി ഏരിയാസ് ആണ് സോഫ്റ്റ്വെയർ അസിസ്റ്റഡ് ആയിട്ട് ഇന്ന് നടക്കുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മെഷീൻ ഡിസൈൻ, തെർമൽ അനാലിസിസ്, സ്ട്രെസ് അനാലിസിസ് തുടങ്ങി എല്ലാ ഏരിയകളിലും സോഫ്റ്റ്വെയർ അസിസ്റ്റഡ് ആയിട്ട് മാത്രമാണ് ഇന്ന് ഡിസൈൻസ് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഇന്നൊരു മൾട്ടി ഡിസിപ്ലിനറി ഏരിയയാണെന്ന കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എഞ്ചിനീയറിംഗിനെ അപ്രോച്ച് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, കോഡിംഗ് എല്ലാം ഒഴിവാക്കാനാകാത്ത ഒരു ഏരിയയാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മ വയ്ക്കണം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ബ്രാഞ്ച്, എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ഏത് തന്നെയാണെങ്കിലും പൈത്തൺ തുടങ്ങിയ ലാംഗ്വേജുകൾ പഠിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ ഒരു 30-35 മിനിറ്റ്സ് ഡെയിലി ഹാക്കർ റാക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നതും എപ്പോഴും നമുക്ക് നല്ലതായിരിക്കും. പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കോഡിംഗ് അറിയാത്തത് കൊണ്ട് മാത്രം ജോലി കിട്ടാതെ പോകുന്ന വിദ്യാർത്ഥികൾ ഉണ്ട് എന്ന് അറിയുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം കൂടുതൽ മനസ്സിലാകുന്നത്. മിസ്റ്റേക്ക് നമ്പർ 3, നമ്മുടെ കരിയർ ഡൊമൈൻ ഐഡന്റിഫിക്കേഷൻ നടത്താതെ തന്നെ ഫൈനൽ ഇയർ വരെ പഠിച്ചു പോവുക. എഞ്ചിനീയറിംഗ് പഠനത്തിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഫൈനൽ ഇയർ ആകുമ്പോഴേക്കും നമുക്ക് പ്ലേസ്മെന്റ് കിട്ടുക എന്നുള്ളതായിരിക്കണം. പക്ഷേ കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക്, നമ്മളുടെ ബ്രാഞ്ചിൽ ഏത് സ്പെഷ്യലൈസ്ഡ് ഏരിയയിലാണ് നമുക്ക് ജോലി വേണ്ടത് എന്ന കാര്യം അറിയാതിരിക്കുകയും അതുകൊണ്ട് തന്നെ പ്രോപ്പർലി പ്രിപ്പയർഡ് ആവാതെയും ചെയ്യുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനികൾ ക്യാമ്പസ് പ്ലേസ്മെന്റിനോ ഇന്റർവ്യൂവിനോ വരുന്ന സമയത്ത് അതായത് സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ എക്സ്പെർട്ടൈസ് ഇല്ലാതെ പോകുന്നു, അതുകൊണ്ട് ജോലി കിട്ടാതെയും പോകുന്നു. Therefore, it is very important to identify your career domain, specialized subdomain in your branch. ഉദാഹരണത്തിന് സിവിൽ എഞ്ചിനീയറിംഗ് എടുത്താൽ അതിൽ തന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ ഇതിൽ ഏത് ഏരിയയിലാണ് നമ്മുടെ ഒരു സ്പെഷ്യലൈസേഷൻ, നമ്മുടെ ഒരു ഇൻട്രസ്റ്റ്, ഏത് ഏരിയയിലാണ് നമുക്ക് ജോലി വേണ്ടത് എന്ന കാര്യം ഫസ്റ്റ് ഇയർ മുതലേ മനസ്സിലാക്കി വയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല ജോലിയിലേക്ക്, ഏറ്റവും നല്ല സാലറിയിലുള്ള ജോലിയിലേക്ക് ഫൈനൽ ഇയർ ആകുമ്പോഴേക്കും എത്താൻ സാധിക്കുക. ഇങ്ങനെ നമ്മുടെ സ്പെഷ്യലൈസേഷൻസ് ആദ്യമേ തന്നെ മനസ്സിലാക്കുകയും തിരഞ്ഞെടുക്കുകയും അതിലേക്ക് വേണ്ടിയിട്ടുള്ള നോളജ്, സ്കിൽസ് എല്ലാം ഇനിയുള്ള വർഷങ്ങളിൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ജോലി ഏറ്റവും ഉയർന്ന ശമ്പളത്തിൽ കിട്ടുന്നതിന് സാധിക്കും. ഒരുപക്ഷെ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്റ്റഡീസിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇത്. ഇങ്ങനെ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള കരിയറിന്റെ സ്പെഷ്യലൈസേഷൻ, നിങ്ങളുടെ ബ്രാഞ്ചിന്റെ സ്പെഷ്യലൈസേഷൻ എത്രയും നേരത്തെ തന്നെ ഒന്നുകിൽ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റോ ടീച്ചേഴ്സോ ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അതുമല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള കരിയർ ഡൊമൈൻ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്,
സയന്റിഫിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, ടൂൾസ്, ടെസ്റ്റുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. പ്രൊവിൻസ് അക്കാഡമിയുടെ പാക്ട് LDP മെത്തഡോളജി പോലെ ഇതിനുവേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സയന്റിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായ റിസർച്ച് വഴിയോ ടീച്ചേഴ്സിന്റെ അസിസ്റ്റൻസോട് കൂടിയോ ഒക്കെ ഇത് കണ്ടുപിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ചെയ്യാതെ വരുമ്പോഴാണ് ഫൈനൽ ഇയറിലാകുമ്പോഴേക്കും നമ്മൾ പ്രിപ്പയർഡ് ആകാതിരിക്കുകയും ജോലി കിട്ടാതെയും പോകുന്നത്. മിസ്റ്റേക്ക് ഓർ ബ്ലണ്ടർ നമ്പർ 4, നോട്ട് ഫോക്കസിംഗ് ഓൺ അക്കാഡമിക്സ്. നല്ല സ്കിൽ ഉണ്ടെങ്കിൽ, ഏരിയയിൽ നല്ല എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ നല്ല ജോലി കിട്ടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എങ്ങനെയോ സ്റ്റുഡൻസിന്റെ ഇടയിൽ വളരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, നമ്മളുടെ എക്സ്പെർട്ടൈസ് എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിൽറ്ററിംഗ് പ്രൊസീജിയർ, നല്ല കമ്പനികൾ എപ്പോഴും നടത്തുന്ന ഒരു ഫിൽറ്ററിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അബൌട്ട് യുവർ അക്കാഡമിക്സ്. നല്ല കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ക്യാമ്പസ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ദേ വിൽ ലുക്ക് ഫോർ എ ഫിൽറ്ററിംഗ് പ്രോസസ് വേർ ദ യാർഡ് സ്റ്റിക്ക് ഓഫ് ഫിൽറ്ററിംഗ് യൂഷ്വലി ഈസ് യുവർ CGPA. നല്ല കമ്പനികൾ എപ്പോഴും ഒരു 7, 7.5, 8 CGPA ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അടുത്ത ലെവലിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സിലേക്ക്, അടുത്ത ലെവലിലേക്ക് കൺസിഡർ ചെയ്യുന്നത്. വൈ? ബിക്കോസ് കമ്പനീസ് അസസ് യു ഇൻ ടേംസ് ഓഫ് യുവർ അക്കാഡമിക് performance. If your academic performance is good, consistently good, then companies understand that you are a very systematic person. അതുകൊണ്ട് തന്നെ കമ്പനി ഏൽപ്പിക്കുന്ന ഏത് പ്രോജക്റ്റും സിസ്റ്റമാറ്റിക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന ഒരു ഇൻഡയറക്റ്റ് മെഷർമെന്റ് ആയിട്ടാണ് കമ്പനികൾ എപ്പോഴും നിങ്ങളുടെ നല്ല അക്കാഡമിക് പെർഫോമൻസ്, നല്ല CGPA കാണുന്നത്. അതുകൊണ്ട് അക്കാഡമിക്സിന് ആവശ്യത്തിന് ഫോക്കസ് ആവശ്യമില്ല എന്ന തെറ്റിദ്ധാരണ ഫസ്റ്റ് ഇയറിലെ തന്നെ മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ്. ബ്ലണ്ടർ നമ്പർ 5, മിസ്റ്റേക്ക് നമ്പർ 5, നോട്ട് ഫോക്കസിംഗ് ഓൺ യുവർ സോഫ്റ്റ് സ്കിൽസ്. അക്കാഡമിക്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് സോഫ്റ്റ് സ്കിൽസ്, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി സ്കിൽസ്. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ പ്രോജക്റ്റുകൾ വരുന്നത് എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഇൻഡിവിജ്വൽ എഫേർട്ട്, ഇറ്റ്സ് എ ടീം എഫേർട്ട്. അതുകൊണ്ട് തന്നെ യുവർ എബിലിറ്റി ടു വർക്ക് ഇൻ എ ടീം ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. ഇങ്ങനെയുള്ളത് കൊണ്ടാണ് ഇന്ന് സോഫ്റ്റ് സ്കില്ലുകൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം കമ്പനികൾ കൊടുക്കുന്നത്. ഇതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ ഗോൾ സെറ്റിംഗ്, ടൈം മാനേജ്മെന്റ്, ഇനീഷ്യേറ്റീവ്, അഡാപ്റ്റബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ക്രിട്ടിക്കൽ തിങ്കിങ് കേപ്പബിലിറ്റി, ലീഡർഷിപ്പ് സ്കിൽസ്, എംപതി, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, ക്രിയേറ്റിവിറ്റി, ലിസണിംഗ് സ്കിൽസ് എല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പഠനത്തോടൊപ്പം ഇത്തരം സ്കില്ലുകൾ കൂടി ഡെവലപ്പ് ചെയ്യാൻ, സോഫ്റ്റ് സ്കില്ലുകൾ കൂടി ഡെവലപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനായിട്ടാണ് നമ്മുടെ കോ കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, ഭാഗഭാക്കാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഞ്ചിനീയറിംഗ് പഠന സമയത്ത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത്തരം ആക്ടിവിറ്റീസിൽ ധാരാളമായി ഇൻവോൾവ് ചെയ്തുകൊണ്ട് അക്കാഡമിക്സ് താഴെ പോകരുത്. സോ ഇറ്റ് ഷുഡ് ബി എ ബാലൻസിംഗ് ആക്ട് ബിറ്റ്വീൻ യുവർ അക്കാഡമിക്സ് ആൻഡ് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ്. മിസ്റ്റേക്ക് നമ്പർ 6, റോങ് സെലക്ഷൻ ഓഫ് ഫ്രണ്ട്സ് ആൻഡ് ഫ്രണ്ട്ഷിപ്സ്. ഇത് വളരെ പ്രാധാന്യത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. ക്യാമ്പസ് ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നല്ല ഫ്രണ്ട്ഷിപ്പുകൾ. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് റോങ് ഫ്രണ്ട്ഷിപ്പിൽ, റോങ് ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആയി പോകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ക്യാമ്പസിൽ നിങ്ങൾ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നല്ല പൊട്ടൻഷ്യലുള്ള ചില വിദ്യാർത്ഥികളെങ്കിലും ഇങ്ങനെ ഒരു റോങ് ഫ്രണ്ട്ഷിപ്പിന്റെ ഫലമായിട്ട് തന്നെ ഫ്യൂച്ചർ നഷ്ടപ്പെട്ടു പോയ നിരവധി എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട്. ക്യാമ്പസിൽ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ വർഷം മുതൽ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് ഇത് ശ്രദ്ധിക്കണമെന്ന് ഐ സ്പെസിഫിക്കലി റിക്വസ്റ്റ് യു. എഞ്ചിനീയറിംഗ് അഡ്മിഷൻ നേടുക എന്ന അഭിമാനകരമായ ഒരു അക്കംപ്ലിഷ്മെന്റിൽ നിൽക്കുകയാണ് നിങ്ങൾ. ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് മാത്രമല്ല പേരൻസിനുമുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഫൈനൽ ഇയർ ആകുമ്പോഴേക്കും ജോലി നേടിയെടുക്കുക എന്ന ഫോക്കസ് മാറാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ 6 മിസ്റ്റേക്കുകൾ, 6 ബ്ലണ്ടേഴ്സ് യു ഷുഡ് അവോയ്ഡ്. സോ ലെറ്റ് മീ കൺക്ലൂഡ്. എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ നേടിയെടുത്തതിൽ ഒരിക്കൽ കൂടി ഹേർട്ടി കൺഗ്രാറ്റുലേഷൻസ്. നന്നായി പഠിക്കുന്നതിനും എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം നല്ല ജോലി എത്തിച്ചേരുന്നതിനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.